തകർന്ന് അപകടാവസ്ഥയിലായ കൂട്ടായി റെഗുലേറ്റർ കം ബ്രിഡ്ജ് സാങ്കേതിക വിദഗ്ധ സംഘം പരിശോധന നടത്തി. ഇറിഗേഷൻ ചീഫ് എഞ്ചിനീയർ ശ്രീദേവിയുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. MLA അഡ്വക്കേറ്റ് VS ജോയ്ക്കൊപ്പമാണ് സംഘം പരിശോധന നടത്തിയത്. തകർന്ന പാലവും പണി നടന്നുകൊണ്ടിരിക്കുന്ന ലോക്ക് കം ബ്രിഡ്ജും ഉദ്യോഗസ്ഥർ നേരിൽ കണ്ടു. പാലത്തിൻ്റെ 5 സ്പാനുകൾ പൂർണ്ണമായും തകർന്ന നിലയിലാണ്. 52 സെന്റിമീറ്റർ നീളത്തിൽ ഈ കാലുകൾക്ക് താഴ്ച സംഭവിച്ചതായി പരിശോധനയിൽ ബോധ്യപ്പെട്ടു. മംഗലം പഞ്ചായത്തിലെ മംഗലത്തെയും കൂട്ടായിയെയും ബന്ധിപ്പിക്കുന്ന ഏക മാർഗമാണ് ഈ പാലം. നിലവിൽ 15 കിലോമീറ്റർ താണ്ടി വേണം തീരദേശവാസികൾക്ക് മംഗലത്ത് എത്തിച്ചേരാൻ. ഡബിൾ ലൈനിൽ ഒരു പാലമാണ് ഇവിടെ നിർമ്മിക്കേണ്ടത്. ലോക്കം ബ്രിഡ്ജ് ഡബിൾ ലൈൻ ബ്രിഡ്ജാക്കി മാറ്റി എസ്റ്റിമേറ്റ് പുതുക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും MLA ആവശ്യപ്പെട്ടു. P. ബിജോയ്, R. പ്രിയേഷ്, പ്രീതി, MS. സുധ, പുഷ്പരാജൻ തുടങ്ങിയ സാങ്കേതിക വിദഗ്ധർ പരിശോധനാ സംഘത്തിൽ ഉണ്ടായിരുന്നു. മംഗലം പഞ്ചായത്ത് അധ്യക്ഷ CM റംല, ഉപാധ്യക്ഷൻ AK സലീം, M. അബ്ദുള്ളക്കുട്ടി, CM പുരുഷോത്തമൻ, അനിത കിഷോർ, CM ഹസൻ, അനീഷ്, VP മൊയ്തീൻ കോയ, സലാം താണിക്കാട്, CMT സീതി, സലീം കൂട്ടായി തുടങ്ങിയവരും ഒപ്പമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, തിരൂർ. പുതിയ ബന്ധങ്ങൾ. ബ്രൈഡൽ ക്രാഫ്റ്റ്, ദ വെഡിംഗ് മോൾ, പാൻ ബസാർ, തിരൂർ.